നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 തത്സമയ അന്തർനാടക ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഒരു പണിയും എടുക്കാത്ത കണ്ടസ്റ്റന്റ്സിന് വേണ്ടി ലക്ഷങ്ങൾ വാങ്ങി പുറത്തുനിന്ന് PR പണി ചെയ്യുന്ന പെരിയാർ കുമാർ. PR വെറുതെ അല്ല, ഞാൻ 16 ലക്ഷം രൂപ വെച്ച് വാങ്ങും. അത് വിളിച്ചു പറയണ്ട, നാട്ടിൽ പാട്ടാണ്. ഇത് എനിക്കുള്ള ട്രാപ്പാ. എടുത്തുന്നായാലും വലത്തുന്നായാലും. എന്താ ഇത്? നല്ല രസമുണ്ട്. ഇതാണ് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും വൈറലായ അനുമോളുടെ പ്ലാച്ചി. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ചർച്ച പ്ലാച്ചിയെ കുറിച്ചാണ്. പ്ലാച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുമോളുടെ ഏക കൂട്ട് പ്ലാച്ചിയായിരുന്നു. വേണോ? ഇനി വേണോ? ഇതെല്ലാം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടല്ല, ബിഗ് ബോസിന് വേണ്ടിയിട്ടാ. ബിഗ് ബോസിന് വേണ്ടിയിട്ട് തരുന്ന കാശിന് നന്ദി കാണിക്കട്ടെ ഏഷ്യാനെറ്റിനോട്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. അത് മാത്രമല്ല, കിച്ചണിൽ കയറിയപ്പോൾ അതുവരെ ആ വീട്ടിൽ ആരും ഉണ്ടാക്കാത്ത എന്തു രുചിയുള്ള ഭക്ഷണമാണ് മെനുമോൾ ഉണ്ടാക്കി കൊടുത്തത്. എന്താ പിയറെ കൈക്ക് വെച്ചത്? ഇതോ അത് RJ ബിൻസിയും ശൈത്യം ഔട്ടായി നാട്ടിൽ വന്നപ്പോ അടിച്ചൊടിച്ചതാ. നമ്മളെയാണല്ലോ മച്ചമ്പി. കേസ് കൊടുക്കാൻ പറ്റോ? ശൈത്യ വക്കീലല്ലേ. അവരെന്തിനാ താങ്കളെ തല്ലിയത്? അവരുടെ PR വർക്ക് എനിക്കായിരുന്നു. പോയാലോ? വേണ്ടല്ലേ? നിങ്ങളെല്ലാം കണ്ടതാണല്ലോ ആ കുട്ടി അതിനകത്ത് കാണിച്ചു കൂട്ടിയത്. ഇഷ്ടംപോലെ കണ്ട, ഒരു പണിയെടുക്കാതെ അതിനകത്ത് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ പണിയെടുത്തില്ല എന്ന് പറയുന്നത് ശരിയാണോ സാറേ? നല്ല സന്തോഷമായി. മിനിമം കോട്ടുവായി ഇടാനെങ്കിൽ ആ വാ ഒന്ന് തുറന്നിരുന്നെങ്കിൽ ഒരു 10 ഓട്ടെങ്കിലും ഞാൻ പിടിച്ചു കൊടുത്തേനെ സാറേ. എനിക്ക് ഇതുപോലെ എന്ത് പറയുന്നത് എനിക്കറിയില്ല. സോറി, കട്ട് ചെയ്തോ.